അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം അവസാന ഘട്ടത്തിൽ മുടങ്ങിക്കിടക്കുകയാണ്. ഉയരപ്പാതയ്ക്ക് കുറുകെ പോകുന്ന ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കാത്തതാണ് പ്രതിസന്ധി. സംഭവത്തിൽ പരസ്പരം പഴിചാരുകയാണ് KSEBയും ദേശീയപാത അതോറിറ്റിയും. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അരൂർ തുറവൂർ ഉയരപാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90% പണികളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഈ ഉയരപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രതീക്ഷയോടുകൂടി ഒറ്റുനീക്കുന്ന ഒരു പദ്ധതിയാണ് ഈ അരൂർ തുറവൂർ ഉയരപാത എന്ന് പറയുന്നത്. അതിൽ 90% പണി പൂർത്തിയാക്കുന്നു. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏകദേശം നടുഭാഗമായിട്ട്, അതായത് അരൂരിലെ റെസിഡൻസിയുടെ മുൻപ് ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഭാഗത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി നിലച്ച മട്ടാണ്. കാരണം ഇവിടെ ചില പ്രതിസന്ധികൾ ഇവിടെ നേരിടുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഉയരപാതയുടെ മുകളിൽ കൂടി കടന്നു പോകുന്ന 110 kV വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ അധികൃതരൊക്കെ KSEBയുമായി ബന്ധപ്പെട്ടു. KSEBയോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതൊരു കരാറുകാരാണ് ഈ പണി ചെയ്യേണ്ടത് എന്നാണ്, ഇവർക്ക് മേൽനോട്ടം മാത്രമുള്ളൂ എന്ന് പറയുന്നു. കരാറുകാർ പറയുന്നു അത് KSEB ആണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ ഇരു കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരാണ് ഇവരാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു പറച്ചിൽ അത് മാത്രമാണ് ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും മേഖലയുടെ പണി ഏകദേശം നിലച്ചമട്ടായിട്ട് കിടക്കുന്നത്. നമ്മളോട് ഇപ്പോൾ കുറച്ച് ആളുകൾ, പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ടവർ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ മാസങ്ങളായി. ഇതിൻ്റെ വർക്ക് ഇതുവരെയും ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. അവർ വളരെ സാവധാനമാണ് ഈ വർക്ക് ചെയ്യുന്നതായിട്ടാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പരാതി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്, ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് നിരന്തരം കറണ്ട് പോക്കുകൾ ഉണ്ടാകുന്നുണ്ട്. ഒത്തിരി ഈ കനത്ത ചൂടിൻ്റെ സാഹചര്യത്തിൽ ഒത്തിരി ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇന്നലെയും 6 മണിക്കൂറോളമാണ് ഈ പ്രദേശത്ത് കറണ്ട് പോയത്. KSEB NOC കൊടുക്കാത്തത് കൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നത് എന്ന് പറയുന്നത് അധികാരികൾ തികച്ചും അനാസ്ഥയാണ്. കഴിഞ്ഞ 3 വർഷക്കാലം കൂടി ഇതിനെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം എത്ര മാസങ്ങളായി ഇവിടെ വലിയ പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. വലിയ തരത്തിലൊരു അനാസ്ഥ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ കരാറുകാരുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ KSEBയുടെ ഭാഗത്തു നിന്നും ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുമൊക്കെ വലിയ തരത്തിലുള്ള അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടുകാരുടെ പരാതി. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ നാട് ഒട്ടുനോക്കുന്ന ഒന്നാണ് ഈ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണം എന്ന് പറയുന്നത്. അതിൽ ആദ്യഘട്ടം മുതൽ തന്നെ വലിയ പ്രതിസന്ധികളും പല പ്രശ്നങ്ങളുമൊക്കെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആളുകളും ഒക്കെ ഉയർന്നു വരികയും ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ പ്രശ്നങ്ങൾ എല്ലാം അവസാനിക്കട്ടെ, ഇവിടെ ഒരു വലിയ പദ്ധതി ഉയർന്നു വരട്ടെ എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അവിടെയും ഈ രീതിയിലുള്ള അനിശ്ചിതത്വങ്ങൾ അല്ലെങ്കിൽ ഇഴഞ്ഞു നീങ്ങലുകൾ അതൊരു വലിയ പ്രതിസന്ധിയിലേക്കും പ്രതിഷേധത്തിലേക്കുമാണ് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ആൻമരിയ സണ്ണി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.